എന്തോ രസമാ മറ്റേ ഗംഗയൊക്കെ പാടിയോ ഉം. ഒരു രക്ഷയില്ല. ഞാൻ കുറെ കമന്റ് അയച്ചു, ലാസ്റ്റ് എനിക്ക് ഉറക്കം വന്നിട്ട് പോയി കിടന്നുറങ്ങി. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലൈവ് മൊത്തം കണ്ടു ആ ചേട്ടന്റെ പാട്ടെല്ലാം. ആ ചേട്ടൻ വന്നില്ലേ? വന്നു, കമന്റ് ഇട്ടിട്ട് അങ്ങ് പോയി ഇടയ്ക്ക്. ആ വരുവാണെങ്കിലേ ഈ പാട്ടൊന്ന് പാടാൻ പറഞ്ഞേ. പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാർദ്രമായി നിലവുകളോർക്കേ. ആ പാട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്യണേ പ്ലീസ്. കാരണം ചിലപ്പോൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ കേൾക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ആ ചേട്ടൻ്റെ സൗണ്ട് പക്കയായിരിക്കും ആ പാട്ട്. പിന്നെ വാസുവണ്ണ പോയി, ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പോകും കേട്ടോ. ആൻഡ് മുത്തേ വെയിറ്റ് ആക്കണ്ട, ഞാനുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ചേട്ടൻ പറയുന്നു എന്താ ടേക്ക് യുവർ ടേസ്റ്റ് കേക്ക് എന്ന് ഞാൻ വിളിക്കാം കേട്ടോ. എനിക്കും ഒത്തിരി ഇഷ്ടമായി ചേട്ടന്റെ പാട്ട് എന്ന് പറയും. ഇന്നലെ വന്നായിരുന്നു. അപ്പൊ ഇന്നലെ ചേട്ടൻ ഉണ്ടായിരുന്നോ? കേക്ക് ഉണ്ടായിരുന്നു അല്ല, ഈ കേക്ക് ഉണ്ടായിരുന്നു ചോദിച്ചത്. ചേട്ടന് കയറണം കേട്ടോ. ഇന്നലെ അന്ന് കേറാൻ പറ്റിയില്ലല്ലോ പാടാൻ വേണ്ടിട്ട്. ഇന്ന് കയറണം കേട്ടോ. ഹായ് ഡിയർ. നോ തമിഴ് നോ. പാടിക്കോ ചേട്ടൻ പാടിക്കോ. അറിയാതെ കഥ നാട്ടിലാരുമേ അറിയാതെ, കാറ്റുപോലും അറിയാതെ, അവൾ പോലും അറിയാതെ മണിമാളിക ഓടിക്കയറിയതെന്തു കൊതിച്ചാണ്. അവളെ കാണണം, ഒരു കൊതി കാണണമെന്നൊരു തോന്നല് കൊണ്ടാണ്. അവളാരുടെ പെണ്ണാണ്? പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്തു കൊതിച്ചാണ്. അവളെ കാണണം, ഒരു കൊതി കാണണമെന്നൊരു തോന്നല് കൊണ്ടാണ്. അവളാരുടെ പെണ്ണാണ്? സൂപ്പറായിട്ട് പാടി. താങ്ക് യു. ലൈക്ക് തന്നിട്ടുണ്ട് 88. ഞാൻ വീക്കെൻഡ് പാർട്ടിയിലാണ്. ഓക്കെ ചേട്ടാ, താങ്ക് യു ചേട്ടാ. 40 പേരുണ്ടല്ലോ, എല്ലാവരും ലൈക്ക് അടിക്കൂ. 100 ആക്കിത്തായോ. അമീർ ഹായ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ ഞാൻ പോലും അറിയാതെ എന്ന് പറയുന്നത് ഓക്കേടാ. മുത്തേ സീ യു ടുമോറോ എന്ന് പറയുന്നത് ഹാപ്പി. പിന്നെ ബിനു വായിച്ചല്ലേ. ഷിയാൻ ഷിയാൻ ജോയിൻ ചെയ്യാൻ വന്ന, പക്ഷെ എനിക്ക് കാണിച്ചില്ല, ജോയിൻ ചെയ്യാനായിട്ട് കാണിച്ചില്ല. ബിനിച്ചേട്ടൻ വന്നപ്പോഴത്തേക്ക് അടുത്ത പുള്ളി പാടിയിട്ട് ഇറങ്ങിയിട്ട് ഷിയാൻ വായോ. പെട്ടെന്ന് വരണം കേട്ടോ. അല്ല ചേട്ടൻ പാടിക്കും, ഞാൻ പാടിക്കോളാം. പിന്നെ പാടി. അടുത്ത പാട്ട് എൻ്റെ വൈഫിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും കേട്ടോ. സത്യം പറഞ്ഞു, നാട്ടിലുള്ളത്. അതുകൊണ്ട് വൈഫിനോട് പറയാനെന്തായിരുന്നു, ഇങ്ങനെ ലൈവ് അയച്ചു കൊടുക്കാനെന്തായിരുന്നു? അയച്ചു കൊടുക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ വൈഫിന് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യട്ടോ. എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എണ്ണിയ തീരാത്ത ജന്മാന്തരങ്ങളിൽ തന്നതാണീശ്വരി ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ തന്നതാണീശ്വരി ഭാര്യ. സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ.
ഓ